New Hope TV, your encounter with God. 1 John 1:9. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നത്. സത്യം നമ്മൾ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ അവൻ നമ്മളുടെ പാപത്തിന് പൊറുക്കുക മാത്രമല്ല എല്ലാ അനീതിയിൽ നിന്ന് നമ്മളെ മാറ്റും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾക്ക് പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ നമ്മളിൽ വ്യാപരിക്കും. ആയുദ്മി എപ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ തന്നെ എളിമപ്പെടുകയാണ്. നമ്മളുടെ ബലഹീനതകൾ ഏറ്റുപറയുകയാണ്. 2 കൊരിന്ത്യൻസ് 12 അധ്യായം 2 കൊരിന്ത്യൻസ് 12 അധ്യായം 2 കൊരിന്ത്യൻസ് 12 അധ്യായം 10-11 വചനങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എന്താണ്? നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. നിൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ അവിടെ പാപം ചെയ്യുവാനുള്ള ഒരു ബലഹീനതയിൽ എൻ്റെ കൃപ വ്യാപരിക്കുമ്പോൾ എൻ്റെ ശക്തി പാപം ചെയ്യുവാനുള്ള ആ പ്രേരണയുടെ മുകളിൽ എൻ്റെ കൃപ വ്യാപരിക്കും. ഹലോ അയ്യുദ്മി അവിടെ അതിന് തുടക്കം പറയുന്നത് ഒരു മുള്ളെന്നൊക്കെയാണ്. പൗലോസ് അപ്പോസ്തലൻ നല്ല ചെരുപ്പൊക്കെ ഇട്ടാണ് നടന്നത്. ഹലോ ബെയർ ഫുട്ടായിട്ടൊന്നുമല്ല നടന്നത്. പൗലോസ് അപ്പോസ്തലൻ നടന്നത് നല്ല ചെരുപ്പൊക്കെ ഇട്ടിട്ട്. അന്നത്തെ കാലത്ത് ഇന്നത്തേനേക്കാൾ നല്ല കബളിപ്പൊന്നും ഇല്ലാത്ത നല്ല ചെരുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മുള്ളെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവൻ അഹങ്കരിക്കാതിരിക്കുവാനുള്ള ഒരു മുള്ള്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അഹങ്കാരം വരുന്നത് നമ്മൾ ദൈവത്തെ പോലെ ആകുന്ന. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യേശു നമ്മളെപ്പോലെ എല്ലാ മേഖലയിലും നമ്മളെപ്പോലെ തന്നെയാണ്. ഒറ്റ ഒരു എക്സെപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, പാപം ചെയ്തിട്ടില്ല. എന്നാൽ അതുകൊണ്ട് ദൈവത്തെ പോലെ ദൈവമാകണമെന്നുണ്ടെങ്കിൽ എന്താണ്? പാപമില്ലാതിരിക്കണം. അതുകൊണ്ട് എനിക്ക് പാപമില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് മല്ലിടുകയാണ്. ഐ അതുകൊണ്ട് മനസ്സിലാക്കണം, അവൻ്റെ ആ അഹങ്കാരം ദൈവമാണ് ഞാൻ അല്ലെങ്കിൽ ദൈവത്തോട് തുല്യമാണെന്നുള്ള അഹങ്കാരം വരാതിരിക്കുവാൻ അവന് ദൈവം ഒരു മുള്ളു കൊടുത്തു. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുള്ളുണ്ട് കേട്ടോ, അല്ലേ? മുള്ളില്ലാത്തവർക്ക് കൈപോക്കാവോ? എല്ലാവർക്കും ഉണ്ട് ഒരു മുള്ള്. ആ മുള്ള് നമ്മൾ അംഗീകരിച്ച് ദൈവത്തോട് ആ മുള്ളിൻ്റെ മുകളിൽ ഒരു വിജയം വേണമെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളുടെ മുകളിൽ കൃപ വ്യാപരിക്കുന്നത്. ആ കൃപ ശക്തി, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ ശക്തി മതി. അങ്ങനെ എൻ്റെ ശക്തി വരുമ്പോൾ നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി അവിടെ പ്രകടമാകും. പറയുന്നത് മനസ്സിലാവണമല്ലോ? അല്ല, പലരും പറയുന്നത് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നെന്ന്, ചിലർ പറയുന്നത് എന്തോ വല്ലോ ട്യൂബർക്ലോസിസോ അല്ലെങ്കിൽ അണലി കടിച്ചതിന് വല്ല ഇഫക്റ്റോ വല്ലോ ഒക്കെ ആയിരിക്കുമെന്ന്. അതൊന്നുമല്ല. ഇറ്റ് ഈസ് എ വീക്ക്നെസ്, ഇറ്റ് ഈസ് എ ടെംപ്റ്റേഷൻ ടു സിൻ. കാരണം പാപം മാത്രമേ ദൈവത്തിൽ നമ്മളെ അകറ്റുള്ളൂ. അല്ലേ? നമുക്ക് കാലിലൊരു മുള്ളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുട്ടുവേദന ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് പാപമാണ്. അപ്പം എനിക്ക് പാപമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ദൈവത്തോട് തുല്യമാണെന്നുള്ള അഹങ്കാരം ഉണ്ടാവും. അഹങ്കരിക്കാതിരിക്കാനാണ് ദൈവം കൊടുത്തത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രേരണയുടെ, പാപം ചെയ്യുവാനുള്ള പ്രേരണയുടെ ആ ടെംപ്റ്റേഷൻ്റെ മുകളിൽ ശക്തി അവൻ്റെ കൃപയാൽ കൊടുത്തു. ഇത് നമ്മൾക്ക് വേണ്ടത് അതാണ്. നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ ഈ ടെംപ്റ്റേഷൻസ് ഉണ്ടാകും. ടെംപ്റ്റേഷൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ പഞ്ഞായിട്ട് പറയുന്നത്, നീ ആ പെട്ടിയിൽ കിടന്ന് മൂക്കിൽ പഞ്ഞിയിട്ട് കിടക്കുമ്പോഴേ നിനക്ക് ടെംപ്റ്റേഷൻ ഇല്ലാതിരിക്കുള്ളൂ. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് യുവർ ടെംപ്റ്റേഷൻസ്. ഹല്ലേലൂയ. പക്ഷേ അതുവരെ നിനക്ക് ടെംപ്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതലുള്ള ആയുധം എന്താണ്? ദൈവത്തിൻ്റെ കൃപ. ആ ടെംപ്റ്റേഷൻ്റെ മുകളിൽ ഒരു ശക്തി ദൈവം തരും. അതാണ് കൃപ. ഹല്ലേലൂയ. എ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു ഓവർകം സിൻ. ഹല്ലേലൂയ. പിന്നെ ഡാനിയേൽ 9:6 വായിക്കാം സിസ്റ്റർ. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ട് അനുസരിച്ചതുമില്ല. അപ്പോൾ ഇത് ഏത് നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത്? ഈ വചനം ഏത് നൂറ്റാണ്ടാ? ഇന്നത്തെ 21st സെഞ്ച്വറിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലേ? ചരിത്രത്തെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ ഇന്ന് നമ്മളുടെ കാര്യം അന്വേഷിച്ചാൽ മതി. പലർക്കും ഏറ്റവും വലിയ ഇതാണ്, ഏറ്റവും വലിയ ഒരു വിഷമം അല്ലെ മനസ്സിലെ ഒരു ഇതാണ്, അവൻ രക്ഷിക്കപ്പെടുവോ, ഇവൻ രക്ഷിക്കപ്പെടുവോ, ഇവൻ്റെ കാര്യം നിങ്ങൾ വിട്, നീ രക്ഷിക്കപ്പെടുവോ, നീ രക്ഷിക്കപ്പെടുവോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഹല്ലേലൂയ. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാനിതെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അല്ലേ ഞാൻ അയോഗ്യനായി വരുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഭയം. ഐ വിത്ത് മീ. പ്രസംഗിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മളും ആ പ്രസംഗിക്കുന്നതനുസരിച്ച് ജീവിക്കണം. ഐ വിത്ത് മീ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അവിടെ രാജാക്കന്മാരോട് പറഞ്ഞു, രാജകുമാരന്മാരോട് പറഞ്ഞു, നേതാക്കളോട് പറഞ്ഞു, ആ ജനത്തോട് മുഴുവൻ പറഞ്ഞു, എങ്കിലും പറഞ്ഞതൊന്നും ഞങ്ങൾ അനുസരിച്ചില്ല. ഇന്ന് നടക്കുന്ന ഇത് തന്നെയാണ് സഹോദര. പല പല സഭകളിൽ ഹല്ലേലൂയ ചിലർ തൊണ്ടയിലെ വെള്ളം വറ്റുന്നവരെ പറയുന്നുണ്ട്, വിഗ്രഹാരാധനയ്ക്ക് പോകരുത്, ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ളതാണ് ഐഡോളട്രി. അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സത്യം ഇതാണ്, നിങ്ങൾ ആകാശത്തിലുള്ളതോ പറക്കുന്നതിനെയോ അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്നതിനെയോ അല്ല ഇഴജന്തുക്കളെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കീഴെയുള്ള ഒന്നിൻ്റെയും അല്ലെ ഒരു മനുഷ്യൻ്റെ പോലും ഒരു രൂപമുണ്ടാക്കരുത്, അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കരുത് ഒന്ന്, നമസ്കരിക്കരുത് ഒന്ന്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതല്ലാതെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? ഏതെങ്കിലും അല്ല മിക്ക ദേവാലയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഹലോ, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും ഒരു ദിവസം, എന്താണ് ഇവിടെ വലിയ ആളായിട്ട് ഇവിടെ കയറി ഇരുന്നത്, എന്താണ് ഒന്നും പറയാതിരുന്നത്? അതിന് ഐ ഡോണ്ട് വാണ്ട് ടു സബ്സ്ക്രൈബ് ഫോർ ദാറ്റ്. ഹല്ലേലൂയ. ഉള്ള കാര്യം സത്യം അതുപോലെ പറയണം. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, ഒരു വളരെയേറെ ഒരു ആൾക്കാർ പറഞ്ഞു നടക്കുന്ന കാര്യമാണിത്. വിഗ്രഹാരാധന ദൈവത്തിന് വിരോധമുള്ള അല്ലെങ്കിൽ വെറുക്കുന്ന ഒരു കാര്യമാണെന്ന്. എങ്കിലും രാജാക്കന്മാർ കേൾക്കുന്നില്ല. ഇന്നത്തെ രാജാക്കന്മാർ, ഇന്നത്തെ രാജകുമാരന്മാരും നേതാക്കളൊക്കെ എന്താണ് സഭയിലെ ഉന്നത സ്ഥാനങ്ങളുള്ളവർ. അവസാനം വരുന്നത് ഞങ്ങളും എന്ന് വെച്ചാൽ സഭയിലെ എല്ലാവരും അത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അയ്യുന്നീ, ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വ്യസനമുള്ളൊരു കാര്യമാണ്. ഈ സത്യം മനസ്സിലാക്കണം. ഇന്ന് കുറച്ച് ചില്ലി കാശ് ആ പെട്ടിയിൽ വീഴുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്നത് നിത്യനാശത്തിന് വഴിയാക്കും. ഐ വിത്ത് മീ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ജെറമ്യ പ്രവാചന പുസ്തകം 44-ാമത്തെ അധ്യായം 4-5 വചനങ്ങൾ ഒന്ന് വായിക്കാമോ? ജെറമ്യ 44:4-5. ഞാൻ ഇടപെടാതെ പ്രവാചകന്മാരെ എൻ്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു. എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടത്തക്കവണ്ണം തങ്ങളുടെ ദോഷം വിട്ടുതിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായ്ക്കാതെയും ഇരുന്നു. ആമേൻ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. However, I have sent to you all my servants, the prophets, rising early and sending them, saying, oh, do not do this abominable thing that I hate. But they did not listen or incline their ear to turn from their wickedness to burn no incense to other gods. Are you with me? Hallelujah. നമ്മൾ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ എന്നാ പറയുന്നത്, രൂപാർച്ചന ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കുന്തിരിക്ക വിട്ടിട്ട് ഇങ്ങനെ ചെയ്യല്ലേ, ആ കാര്യമാണ് പറയുന്നത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിമയാണ് നീ ആരാധിക്കുന്നത്. ഐ വിത്ത് മീ. എത്ര നമുക്കറിയാമല്ലോ, എല്ലാ പ്രതിമയുടെ മുമ്പിലും ഇത് ചെയ്യും. ഐ വിത്ത് മീ. ഇത് ദൈവം പറയുന്നത്, ദൈവം ഉപയോഗിക്കുന്ന ഇത് ദൈവത്തിൻ്റെ വചനമാണോ? ആണോ? അതെ. അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതാണ്, ഹോ ഡു നോട്ട് ഡു ദിസ് അബോമിനബിൾ തിങ് ദാറ്റ് ഐ ഹേറ്റ്. ഞാൻ വെറുക്കുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യരുതേ എന്നാണ് ദൈവം പറയുന്നത്. ഇത് കേൾക്കാൻ ചെവിയില്ല, അനുസരിക്കാൻ ഹൃദയമില്ല. ഐ വിത്ത് മീ. ഇതാണ് ദൈവം പറയുന്നത്. തിരികെ വാ, നിന്റെ മ്ലേച്ഛതയെല്ലാം കളഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എളിമപ്പെട്ട് നീ തിരികെ വാ എന്നാണ് ദൈവം പറയുന്നത്. ആരോടാ പറയുന്നത്? അന്ന് ഇസ്രായേലിനോടല്ലേ. ഇന്ന് നമ്മളോടാ പറയുന്നത്, സഭയോടാ പറയുന്നത്. ദൈവത്തിൻ്റെ സഭയാണ്, ദൈവത്തിൻ്റെ ജനമാണ്, യേശുവാണ് രക്ഷകൻ എന്നൊക്കെ പറയുന്ന വ്യക്തികളോടാണ് ഈ പറയുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ പിതാവ് നിന്നെ സ്നേഹിച്ചിട്ട് എന്നെ അയച്ചു മരിക്കാനായിട്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൽപ്പനകൾ പാലിക്കണം. ദൈവം വെറുക്കുന്നത് നീ ചെയ്യരുത്. ഹല്ലേലൂയ.
ഇത് നമ്മൾ മനസ്സിലാക്കണം സഹോദരാ. ഇത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ നിങ്ങളുടെ ഇടർച്ചയ്ക്ക് വേണ്ടി അല്ല പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. പ്ലീസ് ലവ് യുവർ ഗോഡ്, ഒബേ ഹിസ് വേർഡ്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ നീ ഒന്ന് പാലിച്ച് ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നീ പ്രാപിക്കുക. നീ നിത്യജീവൻ സ്വന്തമാക്കുക. ദൈവത്തിൻ്റെ മകനും മകളുമാകുന്ന ആ ഒരു അവകാശം നിൻ്റെ സ്വന്തമാക്കി ആ നിത്യത ദൈവത്തോടു കൂടി ചെലവഴിക്കുക. ഹല്ലേലൂയ. പിന്നെ ഒന്ന് വായിക്കുക സിസ്റ്ററെ, 8. നമ്മളിപ്പോൾ ഡാനിയൽ 9 കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഡാനിയൽ 9:8. കർത്താവെ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതിന് തന്നെ. ആമേൻ. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? റോമാർക്ക് ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറയും, അവനെ വിശ്വസിക്കുന്ന ഒരുവനെയും ദൈവം ലജ്ജിപ്പിക്കുകയില്ല. അല്ലേ? അവനെ വിശ്വസിച്ച് അവൻ്റെ വചനങ്ങൾ അനുസരിച്ച് അവനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരുവനെയും ദൈവം ലജ്ജിപ്പിക്കുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് അവരേറ്റ് പറയണം, ഓ ലോർഡ്, ടു അസ് ബിലോങ്സ് ഷെയിം ഓഫ് ഫേസ്. ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ എന്നാ പറയുന്നത് ഇൻഹെറിറ്റൻസ് ഷെയിം ഓഫ് ഫേസ് ആണ്. എന്നാ പറയുന്നത് കറക്റ്റ് മലയാളത്തിൽ എന്താ വേർഡ് അതിന്? ലജ്ജിക്കേണ്ടത് തന്നെ. ലജ്ജിക്കേണ്ടത് തന്നെ. ലജ്ജിക്കാണ്ടിരിക്കാനല്ല, ലജ്ജിക്കേണ്ടത് തന്നെ. ഞങ്ങളുടെ അവകാശം, ഞങ്ങളുടെ ഒരു ഓഹരി ലജ്ജയാണ്. കാരണം എന്താണ്? നിൻ്റെ വചനം അനുസരിക്കാതെ ജീവിച്ചു. ഓ ലോർഡ്, ടു അസ് ബിലോങ് ഷെയിം ഓഫ് ഫേസ്, ടു അവർ കിങ്സ്, ടു അവർ പ്രിൻസസ് ആൻഡ് ടു അവർ ഫാദേഴ്സ്, ബിക്കോസ് വി ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് യു. അപ്പോൾ അവിടെ പാപത്തിനെക്കുറിച്ചുള്ളൊരു ബോധ്യമെങ്കിലും ഉണ്ട്. നീ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലെങ്കിൽ തിരികെ വരാൻ പറ്റുകയില്ല. ഇന്ന് സഭയിൽ നടക്കുന്ന, പല സഭകളിൽ നടക്കുന്ന കാര്യം എന്താ? ഈ ചെയ്യുന്നത് പാപമല്ല പുണ്യമാണെന്ന് വിചാരിച്ചിരിക്കുക. ഹലോ, പാപമല്ല പുണ്യം, അങ്ങനെ ഒരു ചിന്ത വരണമെന്നുണ്ടെങ്കിൽ അത് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹലോ, പാപം പുണ്യമായിട്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഇത് 2 തെസ്സലോണിയൻസ്, ഞാൻ പറയാം, വചനം പറയാം, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. കാരണം ഹല്ലേലൂയ, അതിൻ്റെ എന്താ ഓതർ സാത്താനാണ്. പക്ഷേ സംഭവിച്ചിരിക്കുന്ന ഇതാണ്. 2 തെസ്സലോണിയൻസ് 2-ാമത്തെ അധ്യായം 9-10 ഒന്ന് വായിക്കുക. 11 9, 10, 11 ഒന്ന് പയ്യെ വായിക്കണേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, ഇച്ചിരി കൂടെ അടുപ്പിച്ച് വെച്ച് ഇച്ചിരി കുറക്കെ വായിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പോൾ വഞ്ചനയുടെയും ആലോചനയുടെയും ഉറവിടമാരാണ്? സാത്താൻ. വായിച്ചേ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതൊന്നുകൂടെ വായിച്ചേ. അവസാനത്തെ എന്ത് വിശ്വസിക്കുക? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക്. അപ്പോൾ അങ്ങനെ സാത്താനോട് സൈഡ് ചേർന്ന് ദൈവത്തിനോട് ശത്രുതയിൽ ജീവിക്കുന്ന വ്യക്തികളെ ദൈവം എങ്ങനെയാണ് ഒരു പരിഹാരമായിട്ട് He has sent a spirit of വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. കാരണം ദൈവം അത്ര വെറുത്ത് ഇരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. Hallelujah. And then the lawless one will be revealed, whom the Lord will consume with the breath of his mouth and destroy with the brightness of his coming. The coming of the lawless one is according to the working of Satan with all power, signs and lying wonders. അതുകൊണ്ട് നീ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ് നീ വിശ്വസിക്കരുത്. എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിൽ നിന്നല്ല, അത് സാത്താനിൽ നിന്നുണ്ട്. കൂടുതലും അത്ഭുതങ്ങൾ സാത്താനിൽ നിന്നാണ്. Hallelujah. പിന്നെ and with all unrighteous deception among those who perish, because they did not receive the love of the truth that they might be saved. Love of the truth, അവർ യേശുവിനെ സ്വീകരിച്ചില്ല. യേശുവിൻ്റെ പിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ ആ പരിഹാര ബലിയും അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് and for this reason God will send them a strong delusion that they should believe the lie. വ്യാജത്തിൽ വിശ്വസിക്കുവാനുള്ള ഒരു ആത്മാവിനെ വിടും.
വേറെ ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് എറർ. ഐ വിത്ത് മീ? ദ സ്പിരിറ്റ് ഓഫ് എറർ. വ്യാജം, നുണ കാണുമ്പോൾ ഇതാണ് സത്യമെന്നുള്ള ഒരു ജ്ഞാനം. അയ്യോ, നുണ കാണുമ്പോൾ ഇതാണ് സത്യം, പാപം കാണുമ്പോൾ ഇതാണ് നീതി എന്നുള്ള ഒരു ആത്മാവിനെ വിടും. ആ ആത്മാവ് എന്താണ്? അത് ദൈവത്ര ക്രോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് എറർ. കാരണം എന്താണ്? നീ തീരുമാനമെടുത്തതാണ്, നീ സാത്താൻ്റെ കൂടെ യോജിച്ചതാണ് എങ്കിൽ സാത്താൻ്റെ ആ ആത്മാവ് തന്നെ നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ദൈവം തരികയാണ്. ഐ വിത്ത് മീ? ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് വിഗ്രഹാരാധന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എതിരാണെന്നും അത് ചെയ്യരുത്, ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴെ വരുമെന്നും വിളിച്ച് പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ വ്യാജത്തിൻ്റെ ആത്മാവാണ്. ഐ വിത്ത് മീ? ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് എറർ. അത് വന്നിരിക്കുന്നത് രാജാക്കന്മാരും രാജകുമാരന്മാരിലും ജനത്തിൻ്റെ ഇടയിലാണ്. ഇന്ന് സഭയിലാണെങ്കിൽ അത് ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മുതൽ ഏറ്റവും അടിയിലുള്ള വ്യക്തി വരെ ഈ വ്യാജത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വിടുതൽ വേണ്ടത്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ നീ കാണുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ വായിക്കുന്നതൊക്കെ നുണയാണെങ്കിൽ പോലും നീ മനസ്സിലാക്കുന്നത് അത് സത്യമായിട്ടാണ്. എല്ലാവർക്കും സത്യം ചെയ്യാൻ താല്പര്യമില്ലേ? ഹലോ, ആർക്കെങ്കിലും എന്നാ കൽപ്പിച്ചു കൂട്ടി തെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ? ആരോട് എല്ലാവരും ചോദിക്കുകയാണ് എവിടെ പോകണം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്നേ പറയുള്ളൂ. ആരെങ്കിലും നരകം എന്ന് പറയുമോ? ഹല്ലേലൂയ. പക്ഷെ നരകത്തിലോട്ടുള്ള വഴി, യഥാർത്ഥത്തിലുള്ള വഴി സ്വർഗത്തിലേക്കാണ് എന്നുള്ള ഒരു വ്യാജ ആത്മാവിനോട് പറയും. ഹലോ, ഇത് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ടെല്ലിങ്. ഒരാളോട് ചോദിക്കുകയാണ് കച്ചേരിപ്പടിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. കച്ചേരിപ്പടിക്ക് ഇവിടെ പോകേണ്ടത് എങ്ങനെയാണ്? വലത്തോട്ടല്ലേ? അവൻ ഇടത്തോട്ട് കാണിച്ചാൽ ഇടത്തോട്ട് പോകും. ഇടത്തോട്ടാണ് അവൻ പറഞ്ഞത്. ശരിയല്ലേ? അവനല്ലേ പറഞ്ഞത്. അവൻ ഈ ടൗണിൽ ഒരു 10-20 വർഷമായി താമസം. അതുകൊണ്ട് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഹലോ, അപ്പോൾ വേറൊരു വ്യക്തി പറയുകയാണ് എടോ ഇതല്ല, ഇടത്തോട്ടല്ല വലത്തോട്ടാ, പോടാ എന്ന് പറയും. കാരണം എന്താണ്? 20-30 വർഷം എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് കച്ചേരിപ്പടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് പോകണമെന്ന്. ഇത്രയേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി ഇടുങ്ങിയതുമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്. ഐ വിത്ത് മീ? അത് ദൈവമാണ് കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വഴി ആരാണ്? യേശു. വഴിയും സത്യവും ജീവനും യേശുവാണ്. ആ വഴിയാണ് നമ്മൾ തേടേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം 8-ാമത്തെ വായിച്ചു സിസ്റ്ററെ? വായിച്ചു. അവിടെ പിന്നെയും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമാർക്കുള്ള 3-ാമത്തെ അധ്യായം 23-ാമത്തെ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് വീണുപോയവരാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ എല്ലാവർക്കും ഉള്ളതെന്നാണ്? ലജ്ജ, ഷെയിം ഓഫ് ഫേസ് ആണ്. പക്ഷെ നമ്മളുടെ മുഖച്ഛായ മാറ്റുന്നത് യേശു വന്നിട്ട് ആ എന്നാ പറയുന്നത് ഷെയിം, ലജ്ജ ഒരു പ്രത്യാശയായിട്ട് മാറ്റുമ്പോഴാണ്. ഐ വിത്ത് മീ? എനിക്കുള്ള എൻ്റെ അവസ്ഥ ദൈവത്തെ ഞാൻ സ്വന്തമാക്കുമ്പോൾ ആ അവസ്ഥ മാറ്റുകയാണ്. മരണത്തിൻ്റെ അവസ്ഥ ജീവനിലേക്ക് മാറ്റുകയാണ്. ഐ വിത്ത് മീ? നിരാശയുടെ അവസ്ഥ പ്രത്യാശയിലേക്ക് മാറ്റുകയാണ്. സങ്കടത്തിൻ്റെ അവസ്ഥ സന്തോഷത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ എനിക്ക് ദൈവം ഒരു ഭാവി, കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്ന വളരെ സത്യം ഇതാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആലോചനയും ചിന്തകളും ഉണ്ട്. ആ ചിന്തകൾ എന്തിനാണ്? എൻ്റെ അഭിവൃദ്ധിക്കാണ്, എൻ്റെ നാശത്തിനല്ല. എനിക്കൊരു പ്രത്യാശയും ഒരു ഭാവിയും തരാനാണ്. ഐ വിത്ത് മീ? ഹി ഹാസ് തോട്ട്സ് ഫോർ യു, തോട്ട്സ് ടു ഗിവ് യു, ടു പ്രോസ്പർ യു ആൻഡ് നോട്ട് ടു ഡിസ്ട്രോയ് യു, തോട്ട്സ് ടു ഗിവ് യു എ ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ്. അതെല്ലാം യേശു ക്രിസ്തുവിലാണുള്ളത്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി അത് സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷയിലേക്ക് പ്രവേശിച്ചു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ 9-ാമത്തെ വചനം വായിക്കുക ഡാനിയേൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു. ആമേൻ. To the Lord our God belong mercy and forgiveness, though we have rebelled against him. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമ്മൾ ദൈവത്തോട് മല്ലിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ആ ദൈവം എന്നാ പറയുന്നത്, ഒരു ഇത് നോക്കുകയാണെങ്കിൽ ദൈവവുമായിട്ട് മല്ലിട്ട് ദൈവത്തിൻ്റെ നീതി അറിയാതെ നമ്മളുടെ നീതി തന്നെ സ്ഥാപിക്കാൻ നോക്കി അങ്ങനെ ഒരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ടു ദ ലോർഡ് ആർ ഗോഡ് ബിലോങ് മെർസി ആൻഡ് ഫൊർഗിവ്നെസ് ദോ വി ഹാവ് റിബൽഡ് അഗെയിൻസ്റ്റ്. പക്ഷേ നമ്മൾ ദൈവത്തോട് മല്ലിട്ടിട്ടുണ്ടെങ്കിൽ പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഐ വിത്ത് മീ?
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആ സങ്കീർത്തനം സങ്കീർത്തനം 106:43 ഒന്ന് വായിക്കാവോ? പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു, എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. ആമേൻ. തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. ആമേൻ. അപ്പോൾ പല പ്രാവശ്യം ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇറ്റ് ഇസ് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ പോകുന്നത്. ദൈവം നമ്മളെ രക്ഷിക്കുകയാണ്, പാപം ചെയ്യുക, രക്ഷിക്കുകയാണ്, പാപം ചെയ്യുക, രക്ഷിക്കുകയാണ്, പാപം ചെയ്യുക. അങ്ങനെ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു സ്ഥിരതയില്ലായിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തോട് മല്ലിടാതെ ഒരു ജീവിതം നയിക്കണമെന്നുള്ള സ്ഥിരതയില്ലായിരുന്നു. ഇന്ന് സഭയിലും അത് തന്നെയാണ്. ഇന്ന് ഒരു സ്ഥിരതയില്ല. ബട്ട് ഗോഡ് വാണ്ട്സ് എ സ്റ്റെബിലിറ്റി. ഗോഡ് വാണ്ട്സ് യു ടു എസ്റ്റാബ്ലിഷ് യു in faith, hallelujah, in a loving relationship with God. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്. ആ ദൈവം നമ്മളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമ നോക്കുമ്പോൾ ആ പുത്രൻ പിതാവിൽ നിന്ന് വളരെ അകന്നു പോലും ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ബന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമ്മളുടെ ജീവിതങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഒരു നോക്കുകയാണെങ്കിൽ സങ്കീർത്തനം 23-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിച്ചു നീതിയുടെ പാതകളിൽ നടക്കുവാനുള്ള. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഹി റിസ്റ്റോറത്ത് മൈ സോൾ ആൻഡ് മേക്സ് മീ വാക്ക് ഇൻ പാത്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയിം സേക്ക്. അവൻ്റെ നാമത്തിന് വേണ്ടി. കാരണം അവൻ്റെ വീട്ടുപേരെന്താണ്? ദൈവത്തിൻ്റെ വീട്ടുപേര് തന്നെയാണ്. ഹലോ, നിങ്ങളുടെ മക്കളോട് വിളിച്ചാൽ പറയും കൊമ്പം കുന്നത്തെയാണെന്ന് പറയല്ലേ. അപ്പോൾ അപ്പൻ കൊമ്പം കുന്നത്തെ ആണെങ്കിൽ മകനും കൊമ്പം കുന്നത്തെയാണ്. അപ്പോൾ കൊമ്പം കുന്നത്തെ ഒരു മകന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണം കൊമ്പം കുന്നത്തെ അപ്പനാ. അതുകൊണ്ട് അപ്പനെന്ത് ചെയ്യും? ഈ മകനെ ഏതവസ്ഥയിലാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ നോക്കും. കാരണം എന്താണ്? അപ്പൻ്റെ നാമത്തിന് വേണ്ടി. ഹലോ, പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ബന്ധം. ഞാനും നിങ്ങളും ദൈവത്തിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ദൈവവും പിതാവും മക്കളുമായിട്ടൊരു ബന്ധത്തിലാണെങ്കിൽ, ഞാൻ ഏത് പാപത്തിൽ വീണിട്ടുണ്ടെങ്കിലും അതിൻ്റെ നാണക്കേട് പിതാവിനുമുണ്ട്. അതുകൊണ്ട് എന്താണ്, നമ്മൾക്ക് പിതാവിലേക്ക് രമ്യപ്പെട്ട് പാപത്തിൻ്റെ മുകളിൽ ആധിപത്യം വേണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ആ പാപത്തിൻ്റെ മുകളിൽ ആധിപത്യമാകുന്ന കൃപ നമുക്ക് തരും. എന്താണ്? അങ്ങനെ പാപം ചെയ്യാതെ ഒരു ജീവിതം ഞാനും നിങ്ങളും നയിക്കുമ്പോൾ ആ മഹത്വം പിതാവിനാണ് പോകുന്നത്. പാപം ചെയ്ത് ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ നാണവും പിതാവിന് പോകുന്നുണ്ട്. സോ ഹീ റിസ്റ്റോറത്ത് മൈ സോൾ. എൻ്റെ ആത്മാവിനെ അവൻ തണുപ്പിക്കും. അവൻ എനിക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വചനങ്ങൾ തരും. ഇതാണ് നിൻ്റെ അവസ്ഥ. ഇന്നെങ്കിലും ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്, കാക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ എൻ്റെ ആത്മാവിനെ എടുത്തു ചാടി എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ചെയ്യാത്ത തരത്തിലുള്ള ഒരു സമാധാനം എനിക്ക് തരും. He restoreth my soul so that I might walk in paths of righteousness for his name's sake. ഹലോ, ഒന്ന് പെട്ടെന്ന് വായിക്കോ. 23:3 സാം. അല്ലെങ്കിൽ ഒരു കാര്യം ജെറമിയ അത് വായിക്കുക. ജെറമിയ 14:7. യഹോവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു എങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. നിന്റെ നാമനിമിത്തം, ഫോർ യുവർ നെയിം സേക്ക്, അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ. സഹോദരൻ, ഞാൻ പറയട്ടെ, നമ്മൾക്ക് പാപത്തിൻ്റെ മുകളിൽ ഒരു ആധിപത്യം വേണമെങ്കിൽ ഒരു ആഗ്രഹം മതി. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്? ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറുന്ന ഒരു ദൈവമാണ്. ആണോ? ഒന്നും ഹല്ലേലൂയ. നമ്മളുടെ കഴിവുകളോ നമ്മളുടെ എബിലിറ്റീസ് ഒന്നുമല്ല നോക്കുന്നത്. ഗോഡ് ഈസ് എ ഗോഡ് ഹു ഓണേഴ്സ് ദ ഡിസയർ ഓഫ് യുവർ ഹാർട്ട്. നീ ഏറ്റവും വലിയ പാപിയായിരിക്കും, എങ്കിലും നിനക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കഴിവ് എനിക്ക് തരണമേ എന്ന് നീ യഥാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ മുകളിൽ ആധിപത്യം കിട്ടുവാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ആയി വിത്ത് മീ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജനം നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഇന്ന് എന്തെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്നാ പറയുന്നത്, ഇന്ന് പല വ്യക്തികളും പറയുന്നുണ്ട് ഇന്ന് പോകുന്നത് എന്നാ ഈ സഭയ്ക്ക് തന്നെ നാണക്കേടാണ് അല്ലേ. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർക്കുമ്പോൾ നാണക്കേടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാണക്കേട് നമുക്കല്ല, നാണക്കേട് യേശുവിനാ. ഹലോ, ഐ വിത്ത് മീ. ദൈവമാണെന്നൊക്കെ പറയുന്ന ആ എന്ന് പറഞ്ഞാൽ അവരേറ്റു പറയുന്ന ആ ദൈവത്തിനാണ് നാണക്കേട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവം വന്നിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചതിനാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ. ഇത് മഹത്വം കൊടുക്കുമോ? ഇത് ദൈവത്തിന് നാണക്കേടേ കൊടുക്കുള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മളുടെ പ്രാർത്ഥനാ വിഷയം ഇതായിരിക്കണം. അത് എന്താണ്? ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന എല്ലാവരും അത് നീതിയുടെ പാതയിൽ നടക്കുവാനുള്ള കൃപ അവരിൽ വ്യാപരിക്കണമേ. അനീതിയുണ്ട്, അത് പാപമുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിലും അതിൻ്റെ മുകളിൽ ഒരു ആധിപത്യം കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.